അല്ല ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത് മുതലാളിയായിട്ട്? അയാളൊരു കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാടാ. കണ്ണിച്ചോരില്ല അയാൾക്ക്. ഞാൻ പറഞ്ഞ എന്റെ മോന് സുഖമില്ല, തീരെ സുഖം നിൽക്കണം. എന്റെ കണ്ണിന്ന് വെള്ളം പറഞ്ഞുകൊണ്ട് സഹിക്കല്ല എനിക്ക്. അത് ചേട്ടൻ ഇപ്പൊ 2 ദിവസം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാ പോരെ? അല്ല ഇവിടെ മോന്റെ കാര്യമല്ലേ പറഞ്ഞത്? അതിലും വലിയ ഭ്രാന്തനാണല്ലോ. മോന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു തന്താനയുടെ കാര്യമാണ് ഈ പറയണേ. അവന്റെ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് എടാ അവനിപ്പോ നീരുകാലാണ്, റെസ്റ്റ് വേണ്ട സമയമാണ് അറിയാലോ. പിന്നെ ഈ പൊരി വെയിലത്ത് ഈ ഓരോ കാര്യത്തിന് ഇയാള് വല്ല കമ്മിറ്റിക്കാരും അഡ്വാൻസ് ആയിട്ട് അവിടുന്ന് വരണ കണ്ട പഠിക്കലേക്ക് ഓടിച്ചിട്ട് ഇയാള് എന്നിട്ട് മേടിച്ചെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഈ ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ പൊള്ളയെ ഈ ടാർട്ട റോട്ടിൽ കൂടെ നടത്തും. അതും കഴിഞ്ഞിട്ട് ഈ രാത്രി ഒറ്റ നിപ്പാണത്. മനസ്സിലാവണ്ട? ഇതിനൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? തീറ്റല്ല, വെള്ളമില്ല, ഒരു ഭക്ഷണമില്ല, ഒരു ജാതി സാധനമില്ല. ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സമയക്കല്ലേ അത്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറയാ, തന്റെ ആനൊന്നല്ല, ആനന്റെ അല്ലേ, താൻ പണിക്കാരല്ലേ, താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. ചേപ്പ ഞാൻ അടിച്ചു പിടിക്കട്ടാ വർത്താനം പറയാന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇതൊക്കെ ആ സത്യശീല മുതലാളുണ്ടോ, അയാളുടെ ഭാര്യ ഉണ്ടത്. കണ്ണിച്ചോലടാ. പിന്നെ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? ആര് വിളിച്ചിറക്കി കൊണ്ടുവന്നു നിന്നെ? 4 ദിവസം പട്ടോട്ടമ്മതാണ് കൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നോട് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ പറഞ്ഞ ഞാൻ. ചേച്ചി ചേട്ടൻ പറയണതിലും കാര്യമുണ്ട്. ആനകൾക്ക് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം. ഇനിയിപ്പോ എന്താ കുഴപ്പം? ദേ ഇപ്പൊ ഫുള്ള് റെസ്റ്റായി. ആണുങ്ങൾ ഇപ്പൊ ആനേനെ കൊണ്ട് പണി എടുപ്പിക്കണുണ്ട്. പൊട്ടൻ. എന്റെ സ്ഥിതി മനസ്സിലാകുന്നുണ്ട്. ആനകളുടെ പ്രയാസമൊന്നും പറഞ്ഞ് ഇവർക്കൊന്നും മനസ്സിലാവൂല ശീതളേട്ടാ. നിങ്ങൾക്ക് ആനയുടെ പ്രയാസം മാത്രമല്ല, കുടുംബക്കാരുടെ പ്രയാസം അറിയില്ലേ? ഒരു ജാതി സാധനം. നമ്മുടെ മണിക്കുട്ടന്റെ പാപ്പാനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ആ സൂതൻ പാപ്പാനാ. ഞാനറിഞ്ഞ് ഫുൾ ടൈം വെള്ളമാണ് അയാൾ അതിനെ കൊല്ലും. എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ പണിക്കുറ്റം തീരൂട്ടാ. നമുക്കൊരു പണി ചെയ്താലേ ശീതളേട്ടാ? എന്നിട്ട് നമ്മുടെ മറ്റേ ആന സംരക്ഷണ സമിതിയുടെ നേതാവില്ലേ, നമ്മുടെ മാതങ്ക മൊയ്തു, അയാളെ പോയി കണ്ടിട്ട് നമുക്ക് വിവരം പറയാം. അയാൾ വിചാരിച്ചെന്തെങ്കിലും നടക്കുമോ? അയാള് വിചാരിച്ച നമ്മുടെ മണിക്കൂട്ടന് സംരക്ഷണവും കിട്ടും, ചേട്ടനെ ചിലപ്പോ ജോലിയിലേക്ക് തിരിച്ചു കൊടുക്കും. എന്റെ പണിയുടെ കാര്യം എന്തിലാവട്ടെ, എന്റെ കാര്യം ഒന്നും നേരെ ചൊവ്വാൻ എനിക്ക് അത്രമാത്രം എന്റെ കുട്ടിയെ കഷ്ടപ്പെടും. അതിനെ കഷ്ടപ്പെടുത്താൻ മതി. ചേട്ടൻ പ്രയാസപ്പെടല്ലേ, ചേട്ടൻ ഷർട്ട് ഇട്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. 5-10 കൊല്ലായി ഞാൻ അതിൻ്റെ കൂടെ. മനസ്സിലുണ്ടോ? ഇവരൊക്കെ കണ്ട് ഇറക്കി പറഞ്ഞു വിട്ടാന്നില്ല. അയാൾ വിചാരം ഞാൻ ഈ കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ അയാളുടെ കാലിൻ്റെ ചോട്ടിൽ എടുക്കുന്ന. ഞാൻ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര നാളെ ഞാൻ പിടിച്ചത്. എന്റെ ശീതളയുടെ ഈ കൊമ്പമേശം കരയല്ലേ, ചേട്ടൻ ഷർട്ട് എടുക്ക്. വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ടിട്ട് പോ. മണിക്കുട്ടിനെ മയക്ക് എത്ര ബുദ്ധിമുട്ടില്ലേ? മറിമായം.